രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു മഹത്തായ സന്തോഷകരമായ കൺകുളിർമയുള്ള കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽബിർ ആയിരുന്നാലും ഇപ്പോൾ ഉദാഹരണമായി വളരെ ആധുനികമായി നാം ആരംഭിച്ചിരിക്കുന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്ന പുതിയ സംവിധാനമായിരുന്നാലും എല്ലാറ്റിനെയും ഈ സമുദായം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയോട് നമുക്ക് വലിയ കടപ്പാടുകളുണ്ട്. ആ സമസ്തയോട് ഒട്ടിച്ചേർന്നുകൊണ്ടും സമസ്തയെ അംഗീകരിച്ചുകൊണ്ടും ഇവിടെ നാം വളർന്നു വരണം. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളും ബഹുമാനപ്പെട്ട ഉലമാക്കളും ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള ഈ ഒരു സംവിധാനം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളൊക്കെ ഈ മഹത്തായ സംവിധാനം അത് ഹക്കിന്റെ സംവിധാനമാണ്. ഈ മഹത്തായ സംവിധാനത്തിന് ഒരു ബോധവും സംഭവിക്കാൻ പാടില്ല എന്ന അവരുടെ ഉറച്ച വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം ഈ മഹത്തുക്കളൊക്കെ എന്നും ഒട്ടിച്ചേർന്നിട്ടുള്ളത്. ആ ഒരു ഒട്ടിച്ചേരലിന്റെ സൗഭാഗ്യമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് ഇങ്ങനെ അഭംവരം തുറന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു നല്ല സംവിധാനത്തോടുകൂടി ഈ സമുദായം മുന്നോട്ട് പോകണം. കാരണം ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന അതിമഹത്തായ ഇസ്ലാമിന്റെ ഒറിജിനൽ രൂപമാണ്. ഈ സംവിധാനമാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ അമ്പിയാക്കന്മാർക്ക് ശേഷം ബഹുമാനപ്പെട്ട സഹാബത്ത് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. ബഹുമാനപ്പെട്ട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് സംവിധാനിക്കുന്ന ഈ മഹത്തായ വിശ്വാസ കർമ്മങ്ങളാണ് ബഹുമാനപ്പെട്ട സഹാബത്തിനുണ്ടായിരുന്നത്. താബീഈങ്ങൾക്കുണ്ടായിരുന്നതും ആ ഒരു വിശ്വാസധാരയായിരുന്നു. തബഅ താബീഈങ്ങൾക്കുണ്ടായിരുന്നതും അത് തന്നെയായിരുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെല്ലാം സുന്നികളായിരുന്നു. അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളൊക്കെയും സുന്നത്ത് ജമാഅത്തിലായിരുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളും സാദാത്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ധാരയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഹക്കാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ തെളിവുകളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ മഹത്തുക്കളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന പാതയായ